നമസ്കാരം ഉണ്ടേ. നമസ്കാരം. എന്താ പരിപാടി? നടക്കുന്നു. വെറുതെ ഇങ്ങനെ നടക്കുന്നു. വെറുതെ നടന്നാൽ മതി. ആ ടി വി എന്ന് പറഞ്ഞാൽ അങ്ങനെ പിടിച്ച് തള്ളിക്കൂടെ? ശരി, ഒരു പ്രശ്നമില്ലാത്ത അവനായിട്ട് പോയപ്പോ എന്താ ബ്രോ വള്ളിയണി ബ്രോക്ക് വല്ല പ്രശ്നമുണ്ടോ? നീ ഏതാടാ? എടാ ആ നീല ഡ്രസ്സിൽ ടി ജി എന്ന് എഴുതി വെച്ചിരിക്കണ കാണുന്നില്ല? നിനക്ക് കണ്ണില്ലടാ? കുഞ്ഞുട്ടൻ എന്തിനാടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് കണ്ണില്ലാണ്ട് നടക്കണേ? വല്ല വീട്ടിലിരുന്നൂടെ? ഹലോ ബ്രോ ഏതാ ഗ്യാങ്? ഹലോ ഹലോ മച്ചാനെ ഗ്യാങ് പറഞ്ഞിട്ടോടാ. എന്റെ കുഞ്ഞുട്ടനെ കാണാനുണ്ട്. എന്റെ അയ്യോ ശ്രദ്ധിക്കണ്ടേ മാക്കി? ഇതൊക്കെ ഓടി വന്ന് ഞാനാ ഇടിച്ചു കൊന്നു കളഞ്ഞല്ലോ എന്നെ. ഞങ്ങള് തപ്പി വന്ന ഇതെന്താ രണ്ടുപേരും ഒന്നായിട്ടിരിക്കുന്നേ? കുഞ്ഞുട്ടന്റെ ഇവിടെ ഹലോ 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 കുഞ്ഞുട്ടാ, എന്താ പരിപാടി? ചുമ്മാ ഓർഡർ പിടിക്കാൻ വന്ന. ഓർഡറാ? ആ കഫേയിലേക്ക് ഫുഡ് കണ്ടേ. ഓ ഓക്കെ 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 ഓക്കെ. എവിടെ ഉണ്ട് ഇപ്പൊ? ഞാൻ റിപ്പയർ. ആ ഓക്കെ, നമ്മളത് ഇവിടെ ഉണ്ട്. ജിഎച്ചിലുണ്ട്. ഓക്കെ ഓക്കെ, സെറ്റ് സെറ്റ്. വരുമോ? അത് ലേറ്റ് ആവോ? നമ്മള് ഇപ്പൊ പറയാം. ആ ഓക്കെ ഓക്കെ, സെറ്റ്. എടയ്ക്ക അയ്യോ ബ്രോ അറിഞ്ഞില്ല. നിങ്ങളെ തല്ലാൻ വയ്യ. എന്ന് പോടാവല്ല ഷോട്ടെ. എടാ മച്ചു, ഒരു വാറെങ്കിലും കേക്ക് ഒരു രസം ഉണ്ടായിരുന്നു. കൊണക്കല്ലേ ബ്രോ, നല്ല അടിമേടിക്കും. പ്ലീസ് പ്ലീസ് ഒരു വാർ. ഉറപ്പായിട്ടും മേടിക്കും ബ്രോ. മേടിക്കും. നീ പോടാ. കണ്ടിന്നോ? എന്താ എന്താടാ? നീ ആരി? എന്താണ് പറഞ്ഞത്? എടാ ഞാനൊന്ന് പോയിട്ട് വന്നപ്പോ എന്താണ് സംഭവിച്ചത് ഇവിടെ? എന്താണ് സംഭവം? എന്താണ് അണ്ണാ? മനപ്പുറം വന്നിടിച്ച് വീഡിയോ തന്നതാടാ എനിക്ക്. അടിയായി അവന്മാര് പോയി. മുതുകിന്റെ മണ്ടയ്ക്കോട്ട് പോയി അവന്മാര്. അവനെങ്ങോട്ടാ പോയ? മുതുക്കിന്റെ മണ്ടയ്ക്കോട്ടാ? മുതുകിന്റെ മണ്ടയ്ക്കോട്ട് അവൻ പോയി മുങ്ങി. 3 4 5 6 7 8 9 16 പേര്. അല്ല ഇതെന്താണ് സിറ്റുവേഷൻ? ആദ്യമായിട്ടാണ് 11 വീട്. ബ്ലാക്ക് ചെറിയ വണ്ടി പിടി. എടാ എല്ലായിടത്തും കേറാൻ പറയാ. അമരൊന്നേ. അവന്മാരെത്ര നോട്ടെ? അവന്മാര് 16 വരുന്നില്ല. ഒന്നാമത്തെ കത്തലാന്ന്. ഇന്നലെ വള്ളിയായിരുന്നാ?
ഇന്നിപ്പോ എന്തോ സ്നൈപ്പിന്റെ അടുത്ത് എന്തോ റോങ്ങാന്ന് പറഞ്ഞിട്ട് എനിക്കറിയില്ല ഇതിപ്പോ ഞാൻ അല്ല ആരെയാ സിറ്റുവേഷനിലുള്ള ആരെയാ നിങ്ങളുടെ കൂട്ടത്തില് ചോദിക്കോ ഒന്ന് പുള്ളി ഉണ്ടോ ഇവിടെ വിട്ടുവല്ലേ ചന്ദ്ര കളയാറായില്ലേ ഡ്രസ് വെച്ചേക്കില്ലേ ചന്ദ്ര 2-3 ദിവസമായിരുന്നു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ അതുണ്ട് ഇത് 2-3 ദിവസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് സിറ്റുവേഷൻ എടുക്കുന്നു ഡ്രോപ്പ് ആക്കുന്നു ഇത് കുറച്ച് ദിവസമായി അതുകൊണ്ടാണ് ഇന്ന് അടിക്കാന്ന് പറഞ്ഞ അല്ലാതെ ഇതെന്നല്ല എത്ര പറഞ്ഞിട്ട് സോൾവ് ചെയ്യുന്നേ സോൾവ് അല്ലെന്നാ നമ്മളായിട്ട് ഇപ്പൊ അവര് നിക്കുന്നുണ്ടാ ഇങ്ങനൊന്നും ഇങ്ങനൊന്നും അടിക്കണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ ഇതെന്തിനാണ് എടാ ഞാൻ എനിക്ക് അടിക്കാൻ മുട്ടി നിൽക്കുവല്ല ചന്ദ്ര ഞാൻ എനിക്ക് അടിക്കാൻ മുട്ടി നിൽക്കുവല്ല ഞാൻ ഇത് 3 ദിവസമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഇത് തന്നെ വന്നോണ്ടിരിക്കുക തീരുന്നെങ്കിൽ സിറ്റുവേഷൻ തീരുന്നെങ്കിൽ അങ്ങ് തീരട്ടെന്നാ പറഞ്ഞേ എടാ ഞാൻ വേറൊരു കാര്യം പറയാം നമ്മൾ കുറച്ചുപേര് മര്യാദയ്ക്ക് സംസാരിച്ചെന്ന് പറഞ്ഞാൽ അവിടുത്തെ അവന്മാരും ഇവിടുത്തെ അവന്മാരും എല്ലാവന്മാരും ഒരുപോലെ സംസാരിക്കണം എന്നില്ല ചന്ദ്ര അതാണ് വേറൊരു പ്രശ്നം എന്റെ അടുത്ത് അവൻ മര്യാദയ്ക്ക് സംസാരിക്കണേ നിന്റെ അടുത്തോ മര്യാദയ്ക്ക് സംസാരിച്ചേ അതുപോലെ ബാക്കിയുള്ളതിനകത്ത് ഈ പിള്ളേർ സെറ്റിനകത്ത് കുറച്ച് പേര് അവരും മര്യാദയ്ക്കല്ല സംസാരിക്കുന്നു ഇവന്മാരും മര്യാദയ്ക്കല്ല സംസാരിക്കുന്നത് അതാണ് പ്രശ്നം അതിന് ഞാൻ ആരെ പറഞ്ഞ് നന്നാക്കണം അണ്ണാ ഇപ്പൊ ഞാൻ കാര്യം പറയട്ടെ നമ്മളിപ്പോ അവിടെ പോയി ഇന്നപ്പോഴത്തേക്ക് ഒരുത്തൻ വന്ന് നിന്ന് അപ്പൊ നമ്മള് സംസാരിച്ചു അവരൊരു പ്രശ്നം അപ്പൊ ഈ വണ്ടി എടുത്തവന്മാര് എടാ അതാ പറഞ്ഞ വണ്ടി എടുത്തവന്മാര് കത്തിപ്പോയി അവന്മാര് വന്ന് സംസാരിക്കട്ടെ ഞാൻ പറഞ്ഞത് അതെ അവിടെ വന്ന് ഞാൻ വന്ന് എനിക്ക് തിമരാന്ന് പറഞ്ഞിട്ട് ഞാൻ സ്കിപ്പായി അത് കഴിഞ്ഞിട്ട് UP വന്നിട്ട് എന്റെ വണ്ടി എന്നെ വന്ന് ഇടിച്ചു ഇവിടെയും പ്രശ്നം എന്താണിത് നിങ്ങൾക്ക് 2 പ്രശ്നമല്ലോ വാസു എനിക്കൊരു ഡൗട്ട് ഗ്രൈൻഡ് ചെയ്ത് ഓക്കെ പിന്നെ സംസാരിക്കാം കോച്ച് പിന്നെ സംസാരിക്കാം കോച്ച് വാങ്ങോട്ട് ഗ്രൈൻഡ് വേറെന്താ സിറ്റുവേഷൻ എന്താ ഇവിടെ മേളിലെന്താ വേറെ സിറ്റുവേഷൻ அவங்களுக்கு மேக்கோட ஏதோ பிரச்சனை ഹലോ അതെ ചെറിയ സിറ്റുവേഷൻ ഉണ്ട് അപ്പൊ വാസമുണ്ടോ ഞാൻ പറഞ്ഞു വാസ്തു ജോസട്ടി ജോസട്ടി ഫുള്ള് പ്രശ്നങ്ങളാണല്ലോ ജോസട്ടി 2-3 ദിവസമായിട്ട് പ്രശ്നം ജോസട്ടി ആരൊക്കെ ഒരിടത്ത് സോൾവ് ആക്കുമ്പോ അടുത്തടുത്ത് പ്രശ്നമാകും അതല്ലേ പ്രശ്നം ഇന്നലെ ഒരെണ്ണം കഴിഞ്ഞ് ഇത് ഇന്ന് അടുത്തത് അതാ പറഞ്ഞത് അതിന് മുമ്പ് ഒരെണ്ണം ഉണ്ടായിരുന്നു അതും ഇതാക്കിയിട്ടത് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത് 3ാമത്തെ സിറ്റുവേഷൻ ഈ ആഴ്ച അതാണ് ഞാൻ ഇങ്ങനെ നോക്കണത് അതാണ് പ്രശ്നം എന്താണ് കാര്യം എന്ന് വെച്ചാൽ ചോദിച്ചതങ്ങ് തീർക്കാം അടിച്ചങ്ങ് തീർത്താലോ എടാ ഞാൻ ഒരു കാര്യം നിങ്ങളടുത്തൊക്കെ ഞാൻ ഒരു കാര്യം പറയട്ടെ റേഡിയോയിലെടാ ആർക്കടാ പ്രശ്നം എന്താ സിറ്റുവേഷൻ വെച്ചാൽ സംസാരിക്കടാ എടാ ഇത് ഞങ്ങളുടെ അടുത്ത് ആരത്തെ ഗുണ പറയാതെ ഞങ്ങൾ എന്ത് പറയാനാടാ എനിക്ക് സിറ്റുവേഷൻ എന്തോന്ന് പോലും അറിഞ്ഞൂടാ എനിക്കിപ്പോ പോകും അതായത് ഞാൻ കാര്യം സാവേജും ഞാനും സ്നൈപ്പ് വരുന്ന അവിടെ നിന്ന് എന്നിട്ട് എന്താ പറയാ ഈ സീരിയലുള്ള മെമ്പർ ഉണ്ടായിരുന്നു അവിടെ അപ്പൊ നമ്മള് വണ്ടി ഇടിച്ചായിരുന്നു ഇത് എന്താ വെറുതെ തലക്കകത്തോട്ട് കൊണ്ട് കേറ്റി തരുന്നേ കല്ലിരിക്കുന്നുള്ളൂ അണ്ണാ ഹലോ കേക്കാവോ
ഹലോ പറ അണ്ണാ സിറ്റുവേഷൻ എന്ന് വെച്ചാ നമ്മൾ ഓൾറെഡി ഇവനെ കണ്ടായിരുന്നു. അപ്പൊ സംസാരിച്ച് വിട്ട് എന്നിട്ട് നമ്മ ഫ്രണ്ടിലോട്ട് പോയി, ഞാനും നീലിന് സ്നൈപ്പും. അപ്പൊ ഇവൻ വണ്ടി വന്ന് ഇടിച്ചിട്ട് ലൈക്ക് എന്താ വീഡിയോയും കിട്ടി. എന്നിട്ട് അവൻ സോറി പോലും പറഞ്ഞില്ല. അങ്ങനെ സംസാരമായി. ഇവൻ ലാസ്റ്റ് പോടാ എന്തോ കണ്ടീന്ന് വിളിച്ചിട്ട് അവൻ പോയി. ഇതിപ്പോ സിറ്റുവേഷൻ വന്നിട്ട് നിങ്ങൾ ആരും സംസാരിക്കാതെ ഞാനിത് എന്തോന്ന് അറിയാതെ ഞാൻ ഇവിടെ പോയി നിക്കുവാ. അവന്മാരാണ് എന്നോട് സംസാരിക്കാൻ അവന്മാരാണെ മേളിൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു പോയി. നമ്മളാണെ പറയുന്ന കേൾക്കുന്നുമില്ല. ഞങ്ങളിത് ഇത്ര നേരം നിന്ന് സംസാരിക്കില്ലായിരുന്നു ഇവിടെ. അവന്മാർക്ക് അതില് അങ്ങനെ അവന്മാരിലെ കണ്ടിന്ന് പറയാൻ ഇതാക്കിന്ന് പറഞ്ഞേ. അപ്പത്തേക്ക് അവന്മാർക്ക് അതിലെന്താ പറയുള്ളതെന്ന് ചോദിച്ചിട്ട് ഇതാക്കി വിടാണ്, അടിക്കണ്ടാണ്. ഇതൊക്കെ സിറ്റുവേഷൻ അല്ല, ഈ ശോഭം ഇത് എടുത്തിട്ട് എന്തിനുണ്ടാക്കാനാ? ഒരു ഫ്രണ്ട്ലി വാർ പോലെയാണ് എനിക്ക് തോന്നണത് സത്യം സംസാരം കേട്ടപ്പോ. അതിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ല ചന്ദ്ര, എനിക്ക് അടിക്കണമെന്നല്ല ഞാൻ പറഞ്ഞില്ലേ. ഞാൻ പറഞ്ഞ അല്ല, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞ അണ്ണന്റെ അടുത്ത് അങ്ങനെ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചന്ദ്ര 2 വാറായിട്ട് ഞാനിത് സോൾവ് ചെയ്ത് വിടുക. ഞാനിത് സോൾവ് ചെയ്തോണ്ടിരിക്കുക. എനിക്ക് ഇത് ഓരോ ദിവസം സോൾവ് ചെയ്യുമ്പോ അവിടെ പേടി ഇവിടെ പേടി. എനിക്കത് കേൾക്കാൻ പറ്റത്തില്ല ചന്ദ്ര, എനിക്കത് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് അതാ ഞാൻ പറഞ്ഞേ, എല്ലാം ഇങ്ങനെ സോൾവ് ചെയ്ത് വിട്ടോണ്ടിരിക്കുക. നമ്മള് അടിക്കണമെങ്കിൽ അടിക്കാന്നാണ് പറഞ്ഞത്. അതിന് സിറ്റുവേഷൻ എടുത്ത് ആർക്കാ പ്രശ്നം എന്ന് വെച്ചാൽ അവര് വന്ന് സംസാരിക്കാൻ പറയുമ്പോ ആരും വരാത്തത് എന്ത് ചെയ്യാൻ പറ്റും? എന്താ കേട്ടില്ല? സംസാരിക്കാനുള്ള ആൾക്കാർ സംസാരിക്കട്ടെ. ചോറി ആയത് മനസ്സിലായി. അപ്പൊ അവനെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അവ അല്ലാണ്ട് വേറെ ആരും സംസാരിച്ചാലും ഞാൻ പറഞ്ഞില്ലേ, അത് ഈ പറയണ പോലെ 2-3 ദിവസം ഇങ്ങനെ സോൾവ് ആക്കി വിട്ടതിന്റെ ഒരു പ്രശ്നമാണ്. എല്ലാരും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ലടാ. ഈ കേവിയെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഫ്രണ്ട്ലി ആക്കാന്ന് പറഞ്ഞിട്ട് ഓക്കെ നമ്മൾ ഫ്രണ്ട്ലി ആക്കാന്ന് പറഞ്ഞിട്ട് എത്ര നാളെടുത്ത് ആ പ്രോസസ്സിലോട്ട് വരാനെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. എടാ എനിക്ക് ഈ 45 പേരെയും അല്ലെങ്കിൽ 40 പേരെയും നിങ്ങൾ ഇവരുടെ അടുത്ത് മര്യാദയ്ക്ക് നിൽക്കണം. പിന്നെ നമുക്ക് TG അങ്ങനെ ഒരു ഫ്രണ്ട്ലി കാറ്റഗറിയിലുള്ള ഒരു ഗ്യാങ് അല്ല. ഇപ്പൊ കുറച്ച് ദിവസം മര്യാദയ്ക്ക് പോകുന്നോണ്ടാ അത് ഇങ്ങനെ പറഞ്ഞത്. സിറ്റുവേഷൻസ് എന്തായാലും സിറ്റിയിലുള്ള എല്ലാ ഗ്യാങ്ങിനെ പിടിച്ച് ഫ്രണ്ട്ലി ആക്കിയാ പിന്നെ എന്ത് ചെയ്യണം? അണ്ണാ അത് ഞാൻ ഒരു കാര്യം പറയട്ടെ അണ്ണാ. ഇപ്പൊ ചന്ദ്രന്റെ സൈഡ് നോക്കുമ്പോ അണ്ണാ ഇവന്മാരായിട്ട് 2-3 സിറ്റുവേഷൻ ആയത് അത് നമ്മുടെ അൺവാണ്ടഡ് ആയിട്ട് വന്നത് മനസ്സിലായില്ലേ? അതാ ചന്ദ്രൻ അങ്ങനെ നമുക്ക് ദേഷ്യമുണ്ട്. എനിക്കാണെങ്കിൽ ഇവന്മാരെ തല്ലണമെന്നൊന്നും ഒന്നുമില്ല. വേണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ എത്ര ദിവസം ഇതിങ്ങനെ ഇപ്പൊ നമ്മള് ഒറ്റ കാര്യം പറയാം. നമ്മൾ മര്യാദയ്ക്ക് അവിടെ സന്തോഷത്തോടെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു കുറെ നേരം. അന്നേരമാണ് സിറ്റുവേഷൻ ആയി എന്ന് പറഞ്ഞ് ഇവിടെ വന്നത്. ഇവിടെ വന്ന് സിറ്റുവേഷൻ, അതായത് ഞാനിപ്പോ എക്സാമ്പിൾ പറയാം. ഇത് ഈ ബാക്കിയുള്ള കാര്യം ഇവിടെ നോക്കിക്കോ. ആൾക്കാർക്ക് ഇപ്പം വേറെ ഒരു കാര്യം പറയാം. പുറത്ത് കാണുന്ന ആൾക്കാർക്കാണെങ്കിലും RP കാണാൻ ഒരു മൂഡുണ്ടാവും. ആ സമയത്ത് PvP വന്നു കഴിയുമ്പം സിറ്റുവേഷനിലോട്ട് PvP എന്ന് പറഞ്ഞ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലവിടെ PvP സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇഗ്നോർ ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം PvP യോട്ട് വരും. ഇവിടെ വന്നിട്ട് വീണ്ടും സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇവരും ചാറ്റിൽ കിടന്ന് ട്രിഗർ ആവും. ആ ഒരു സാധനം എല്ലാരും കിടന്ന് നോക്കുന്നുണ്ട്. കൺസേൺഡ് ആണ് കുറച്ച് നാളായിട്ട്, മനസ്സിലായ? അത് നോക്കിയാണ് കുറെ പേര് ഇവിടെ കളിക്കുന്നത്. ഞാൻ പറഞ്ഞോട്ടെ, 3 ദിവസവും ഇത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് നടക്കുവാണ്. അതായത് വരുന്നു, ഇതാക്കുന്നു, സോൾവ് ആക്കുന്നു, പോകുന്നു, വരുന്നു, സോൾവ് ആക്കുന്നു, പോകുന്നു. അപ്പോഴത്തേക്കിന് പുറത്ത് കുറെ എണ്ണം മറ്റേ ഒരു ഗ്യാങ് പോലും ഇല്ലാത്ത അവന്മാരുണ്ടല്ലോ, അവന്മാരിരുന്ന് പറയും നമുക്ക് പേടിയാണെന്ന്. ഇവന്മാരെ 100 വട്ടം തല്ലുകൊണ്ടിട്ടുണ്ട്, എന്നാലും പറയും നമുക്ക് പേടിയാണെന്ന്. നമ്മളാണ് 20 വട്ടം തല്ലിയിട്ടുണ്ട് ഇവരെ. നമ്മളെ ഈ ഇന്നത്തെ സിറ്റുവേഷൻ നമ്മളെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. അതേ ഞാൻ പറയുള്ളൂ. അല്ല ഞാൻ ഒരു കാര്യം പറയില്ല. അതല്ല അവൻ കണ്ടീന്ന് വിളിച്ചപ്പോ ഞാനും നീലനും ഇവന്മാര് തല്ലിയാണ് വിട്ടത്. എന്നിട്ട് അവന് വെടിവെച്ചിട്ടത്. വെടിവെച്ചിട്ട് അവൻ ഓടിയാ പോയത്. അവനപ്പൊ അത് ചോദിക്കണ്ടേ, അവൻ ചോദിക്കണ്ടേ വിട്ടേക്ക്. അതിപ്പോ അവർക്കല്ലാണോ ചോദിക്കണ്ട, നമുക്കൊന്നുമില്ലല്ലോ. എന്നാ പിന്നെ അവന്മാരെ വിളിച്ചിട്ട് ഈ സിറ്റുവേഷൻ പറഞ്ഞിട്ട് വിട്ടോ. ഞങ്ങള് കണ്ടീന്ന് വിളിച്ചതിന് നമ്മള് ഞാൻ അവനോട് തന്നെ സംസാരിക്കണ്ട. ആ സിറ്റുവേഷൻ അവനോട് അല്ല, നമുക്ക് അവിടെ സംസാരിക്കാം. വാ, അല്ല അവർക്കല്ല, സോറി വേണ്ട. അവർക്ക് സിറ്റുവേഷൻ എടുക്കണമെങ്കിൽ എടുത്തോളാം. പറ.
ചാടിയാരാണ് ആരാ പറഞ്ഞത്? നമ്മളാണ് അവരെ തല്ലി വിട്ടത്. അപ്പൊ പിന്നെ ഇനി അവന്മാരുടെ അടുത്ത് സോറി പറയാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവന്മാർക്ക് സിറ്റുവേഷൻ എടുക്കണമെങ്കിൽ എടുക്കട്ടെന്ന് പറയാം. പോയി ആ ഇട്ടോ. എടാ അല്ല കണക്ട് ഇട്ടോ, ടി ജി കണക്ട് ഇട്ടോ. ഹലോ കേക്കാവോ ജോസുട്ടി? കേക്കാവോ? ആ കേക്കാം. ജോസുട്ടി ഞാൻ പറയാം. സിറ്റുവേഷൻ എന്താന്ന് വെച്ചാൽ ഇവരിവിടെ മുതുകിൽ ഇവിടെ എന്തോ നിന്നോണ്ടിരുന്ന സമയത്ത് അവിടുത്തെ ഒരാൾ വന്നിട്ട് ഈ പറയണത് പോലെ ഇവിടെ എന്തോ ഇവരുടെ അടുത്ത് സംസാരമായിട്ട് ലാസ്റ്റ് അവൻ കണ്ടീന്ന് വിളിച്ചിട്ട് പോയെന്ന്. അപ്പൊ ഇവന്മാർ കണ്ണെടുത്ത് അവനെ വെടിവെച്ചു. അപ്പൊ അവനൊന്നും വെടിയൊന്നും വെക്കാതെ അവൻ തിരിച്ച് വണ്ടി എടുത്ത് പോയി. ഇതാണ് നടന്നത്. അപ്പൊ സ്നൈപ്പായിട്ടായിരുന്നു സിറ്റുവേഷൻ ഉണ്ടായത്. സ്നൈപ്പ് എന്ന് പറഞ്ഞടാ, സംസാരിച്ചടാ. ബ്രോ ഞാനൊരു കാര്യം പറയാം, നിങ്ങളായിട്ട് സിറ്റുവേഷൻ എടുക്കാൻ വേണ്ടി ഒന്നല്ല. ഒരു സിറ്റിസൺ വന്നിട്ട് നിങ്ങളവിടെ ഗ്യാങ് ഡ്രസ് ഇട്ടിരിക്കുമ്പോ അവൻ വന്നിട്ട് വെച്ച് ഒരു ബ്ലൂ ഡ്രസ് ഇത് ഏത് ഗ്യാങ്, അത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾ തന്നെ ആയിരുന്നു പിന്നെ അറിയണത് അല്ലേ. ബ്ലൂ ഡ്രസ് ഇത് ഏത് ഗ്യാങ്ങാന്ന് വെച്ച്. അപ്പൊ അവൻ സിറ്റിസൺ ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ബ്രോയ്ക്ക് കണ്ണ് കണ്ടൂടെ, ഇത് TG ആണെന്ന് പറഞ്ഞു. എന്നിട്ട് അവന്റെ അടുത്ത് പുറകെ പോയി ഇത് ആരാന്ന് ചോദിച്ചപ്പോ അവൻ മിണ്ടാണ്ട് ഇങ്ങനെ പോയി. അവന്റെ പുറകെ പോയിക്കൊണ്ടിരുന്നപ്പോ ഈ പറയണ TGയിലുള്ള പുള്ളിക്കാരൻ നേരെ വന്ന് വണ്ടി ഇടിച്ച് ബാക്കിൽ നിന്ന്. അപ്പൊ എനിക്ക് വീഡിയോ കിട്ടി. അപ്പൊ ഞാൻ ചോദിച്ചു നിനക്ക് കണ്ണു കണ്ടുകൂടെയാണെന്ന് വെച്ച് സംസാരിച്ചു. അപ്പൊ അതേമാതിരി അവൻ തിരിച്ച് സംസാരിച്ചു. എന്ന് വെച്ചാൽ സോറി ഒന്നും പറഞ്ഞില്ല, ഞാൻ സംസാരിച്ചു, അവൻ തിരിച്ച് അങ്ങനെ സംസാരിച്ചു. ബ്രോ പിന്നെ ഈ പറയണ പോലെ സിറ്റിസൺ വന്നിട്ട് അവന്റെ അടുത്ത് സംസാരിച്ച അവൻ മൈൻഡ് പോലും ചെയ്തില്ല. പിന്നെ ലാസ്റ്റ് നിങ്ങളുടെ കൂട്ടത്തിൽ ആ ലൂപ്പി എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ കണ്ടീന്ന് വിളിച്ച് പോയപ്പോ നമ്മള് വെടിവെച്ചായിരുന്നു. അല്ല ജോസുട്ടി ഞാനൊരു കാര്യം പറയാം. നമ്മൾ അവിടെ വെച്ചിട്ട് ഇവന്മാര് അവനെ ഓൾറെഡി അടിച്ച് ഇതാക്കി വിട്ട്. അപ്പോ നമ്മുടെ സത്യം പറഞ്ഞ സിറ്റുവേഷൻ അവിടെ കഴിഞ്ഞ്. അപ്പൊ അത് നിങ്ങളുടെ സൈഡിൽ നിന്നാണ് നമ്മുടെ അടുത്ത് പറയേണ്ടത്, കണ്ടിന്യൂ ചെയ്യുവാണോ അല്ലയോ എന്നുള്ളൊരു കാര്യം പറയണ്ടേ. കാരണം നമ്മൾ അവിടെ വെച്ച് തന്നെ അവന്മാരെ അടിച്ച് അന്നേരം തന്നെ അവൻ തിരിച്ച് വെടിയൊന്നും വെക്കാതെ വെടിവെച്ചില്ലെന്നാ തോന്നുന്നത്. എന്നാ പ്രിയറായിട്ട് കണ്ടിന്യൂ പറഞ്ഞോ. നിങ്ങൾ നിങ്ങളുടെ സമയം പറഞ്ഞോ. ആ ഓക്കെ ജോസുട്ടി.